ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെ ഉണങ്ങിയിട്ടുണ്ട്. ഇന്ന് ഇച്ചിരി നേരത്തെ ഉണങ്ങാം കേട്ടോ. ഇന്ന് നമ്മുടെ ഇവിടെ അടുത്ത അമ്പലത്തിലെ പൊങ്കാലയാണ്. അപ്പം അവിടേക്ക് പോകാൻ വേണ്ടി റെഡി ആവാനുള്ള പരിപാടിയിലാട്ടോ. പൊങ്കാല ഞാനല്ല ഇടുന്നേ, അമ്മൂമ്മ ഇടുന്നേ. അപ്പം അമ്മൂമ്മയ്ക്കൊരു കൂട്ടായിട്ട് പോവാണ്. അമ്മൂമ്മ രാവിലെ പോയിട്ടുണ്ട്. നമ്മൾ മന്നൂസ് നല്ല ഉറക്കമാണ്. അപ്പം ഈ സമയത്ത് ഞാൻ റെഡി ആയിട്ട് പോവാണ്. ഞാൻ കിച്ചണിൽ നിന്നൊരു ചായയൊക്കെ കുടിച്ചിട്ടാട്ടോ കുളിക്കാനൊക്കെ പോയത്. അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ട് വെളിയിൽ നോക്കിയപ്പോഴാണ് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ പോയി റെഡി ആയിട്ട് ഞാൻ ഇറങ്ങി കേട്ടോ. രാവിലെ നല്ല മഴ. പൊങ്കാലയൊക്കെ ഇപ്പം കഴിയാറായി കാണും. പക്ഷെ മഴയത്ത് എന്തുവായെന്ന് അറിയത്തില്ല പൊങ്കാല. നമ്മുടെ വീടിന് അടുത്താ, നമുക്ക് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് പോവാം. മൊത്തത്തിൽ പുകകൂടാരോ കണ്ടാ മഞ്ഞാന്ന് തോന്നുന്നു. മൊത്തത്തിൽ പുക. ഇനി ഇല്ലാത്ത അമ്മൂമ്മ നോക്കണം. അമ്മൂമ്മ ഇനി എവിടാ പൊങ്കാല ഇടുന്നതെന്ന് അറിയണം. നല്ല മഴയും ഉണ്ട്. ഇനി എവിടെയെങ്കിലും കയറി നിൽക്കുവാണോ എന്തുവാണോ ഒന്നും അറിയത്തില്ല. രാവിലെ കുടയെ അമ്മൂമ്മ കൊണ്ടുപോയില്ലായിരുന്നു എന്ന് തോന്നുന്നു. മഴയായതുകൊണ്ട് ലേറ്റായിട്ടാട്ടോ പൊങ്കാല തുടങ്ങിയത്. കഴിഞ്ഞ വിട്ട് ഒരു 7 മണി ആയപ്പോഴത്തേന് പൊങ്കാല കഴിഞ്ഞ് അമ്മൂമ്മ വീട്ടിൽ വന്നായിരുന്നു. ഇന്ന് 7 മണിക്കാട്ടോ പൊങ്കാല തുടങ്ങിയത്. എല്ലാവരും നനഞ്ഞുകൊണ്ടിരുന്നാ പൊങ്കാല ഇടുന്നത്. നമ്മളുടെ ആ കലത്തിലൊക്കെ മഴവെള്ളം വീഴുന്നുണ്ട് തന്നെ തിളയ്ക്കാനും പാടാം. പിന്നെ എല്ലാവരെയും ചൂട്ടൊക്കെ നനഞ്ഞിട്ടുണ്ട്. കത്താനൊക്കെ ഭയങ്കര പാടാണ്. പിന്നെ നമ്മുടെ ഗണപതിയർക്കും മൊത്തം നനഞ്ഞ് അലമ്പായിട്ടിരിക്കുവാണ്. കല്യാണത്തിന് മുമ്പ് ഞങ്ങളുടെ അവിടെ ഒരു അമ്പലത്തിൽ എല്ലാ വട്ടവും ഞാൻ പൊങ്കാല ഇടുമായിരുന്നു കേട്ടോ. എനിക്ക് ഈ അമ്പലത്തിലെ പൊങ്കാല ഇടാനും അവിടുത്തെ പായസം കഴിക്കാനും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതൊക്കെ ഇഷ്ടമല്ലാത്തതായിട്ട് ആരും ഉണ്ടാകത്തുമില്ലല്ലേ. പിന്നെ പായസമൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ പോയി തൊഴുതേ. ഇവിടെ അമ്പലമ്പലിയാണ്. മൊത്തത്തിൽ അവിടെ ഇങ്ങനെ മണ്ണൊക്കെ എടുത്തിട്ടേക്കാണ്. അതുകൊണ്ട് നമുക്ക് അധികം അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ലേ. ഇനി 21 തീയതി നമ്മുടെ തെക്കേത്തളത്തെ വെള്ളിച്ചിന്റെ ചരിത്ര പ്രസിദ്ധമായ കൊലപൂജയാണ്. അങ്ങനെ നമ്മൾ പൊങ്കാലയെല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാണ്. നമ്മുടെ വീട് അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് പോയാൽ മതി കേട്ടോ. തനുവാണെങ്കിൽ ഇന്നലെ രാത്രി കിടന്നപ്പോഴേ പറയുന്നുണ്ടായിരുന്നു നാളെ പൊങ്കാലയ്ക്ക് അവളും വരുന്നുണ്ടെന്ന്. പക്ഷെ അവളെ ഇന്നിച്ചോ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല കേട്ടോ. കാരണം വെച്ചാൽ അവൾക്ക് രാവിലെ എണ്ണിച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയാ. കുറേ സമയം എടുത്ത് അവളുടെ കാര്യങ്ങളൊക്കെ അവൾ ചെയ്യുന്നത്. അപ്പം രാവിലെ വിളിച്ച് അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കൊണ്ടുവരുമ്പോഴത്തേന് പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ വീട്ടിൽ വന്ന് നമ്മൾ ചായയൊക്കെ ഇട്ട് ദോശയൊക്കെ ഉണ്ടാക്കുവാണ്. ദോശയ്ക്ക് കറി കടലയാണ്. കടല നമ്മൾ രാവിലെ ഒന്നിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ മാവിനകത്ത് ഉപ്പിടുക കേട്ടോ. അങ്ങനെ മാവിനകത്തിൽ ഉപ്പൊക്കെ ഇട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കേട്ടോ. ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ തനുവിനെ ഉണർത്തി അവളെ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അവൾക്ക് ഇന്ന് ഡാൻസ് ഉണ്ട്, ഡാൻസിന് വേണം. പൊങ്കാല കഴിഞ്ഞിട്ടില്ലെന്നാണ് ഞാൻ അവളോട് പറഞ്ഞത്. അങ്ങോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞുകൊണ്ടാണ് റെഡിയാക്കിയത്. അതുകൊണ്ട് ഇന്ന് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്തു. അതുകൊണ്ട് പെട്ടെന്ന് ദോശയും തിന്നേ. പിന്നെ അന്നേരം പോവാനായിരുന്നു ഞാൻ പറയുന്നുണ്ടായിരുന്നു അങ്ങോട്ട് തന്നെ പോകുന്നത്. പൊങ്കാലയ്ക്കോ? തന്നെ പൊങ്കാലയ്ക്ക് പോവാണേ. അങ്ങനെ പൊങ്കാലയൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞ് അവളെ കൊണ്ട് ഡാൻസിനൊക്കെ വിട്ടു കേട്ടോ. വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. ഡാൻസിനൊക്കെ കൊണ്ടുവിട്ടിട്ട് നമ്മൾ തിരിച്ചു വന്നേ. എന്തുവാ ഞാൻ നോക്കിക്കേ, അങ്ങോട്ട് നോക്കിക്കേ.
പായസം നമ്മൾ ഒന്നുകൂടെ ചൂടാക്കിയിട്ട് കഴിച്ചു കേട്ടോ. പായസം നല്ല സൂപ്പർ പായസമായിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ. അപ്പം വേറൊരു വീഡിയോ വീണ്ടും കാണും. ടാറ്റാ.